ഞാനിവിടെ ദുബായിൽ വന്നത് ടാപ്ലോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ മൂല്യം എന്താണെന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. അത് ആരുടെ മുമ്പിലും അടിയറവ് വെക്കാതെ വേണം ഒരു മനുഷ്യനായിട്ടുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് ജീവിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം UAE പോയിട്ട് ഒരു ബാറിൽ ഡാൻസ് ചെയ്യുന്ന രേണു സുധീനെ നമ്മളെല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ പലരും ഇതിനെക്കുറിച്ച് വിമർശിച്ചു. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. എന്തിനാണ് രേണു സുധി ഇങ്ങനെ തരം താഴ്ന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ആ വീഡിയോ കാണാനിടയായി. ഒരുപാട് റിയാക്ഷൻസിൻ്റെ വീഡിയോയും കാണാനിടയായി. പക്ഷെ എനിക്കൊന്നും പറയണമെന്ന് തോന്നിയില്ല. കാരണം അവരുടെ ജീവിതമാണ്, അവരെങ്ങനെയും ജീവിക്കട്ടെ. പക്ഷേ ഇന്നലെ രേണു സുധി ഇതിനെക്കുറിച്ച് വളരെ പ്രൗഡായിട്ട് പറയുന്നത് ഒരു വീഡിയോയിൽ കണ്ടു. എനിക്ക് കിട്ടിയൊരു അവസരമായിരുന്നു. ഞാൻ ഇതുവരെ UAE പോയിട്ടുള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ ഞാനത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇതിലെനിക്ക് വളരെ അഭിമാനമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇത് അവരുടെ വളരെ തെറ്റായ ധാരണയാണ്. ഇതൊരിക്കലും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. രേണു സുധി ഇപ്പോൾ നിൽക്കുന്ന റീച്ച് എവിടെയാണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ റീച്ചോടുകൂടി നിൽക്കുന്ന രേണു സുധി എന്തിനിങ്ങനെ താഴ്ന്ന പ്രവർത്തികൾ ചെയ്യുന്നു? തൻ്റെ സോഷ്യൽ മീഡിയ റീച്ച് വഴി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം വരെ എത്തിയ ഒരു വ്യക്തിയാണ് രേണു സുധി. അപ്പോൾ ബിഗ് ബോസ് വരെ എത്തിയെങ്കിൽ അവർക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം എല്ലാവർക്കും വരുന്നത് പോലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളും ഫംഗ്ഷൻസും ഒക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. അതിനൊന്നും കാത്തു നിൽക്കാതെ ഈ ഒരു രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഏതോ ഒരു കൂത്തുപറമ്പിൽ ഡാൻസ് കളിക്കാനാണ്. അതും വളരെ ലോക്കലായിട്ടുള്ള ഒരു സെറ്റപ്പാണ്, നമുക്ക് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് അവർ പോയിട്ടുള്ളതാണ് ഈ ഒരു UAE ബാർ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. ബാർ വിത്ത് റെസ്റ്റോറൻ്റ് ആണ് എന്നാണ് അവർ പറയുന്നത്. എന്നാലും റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ വീഡിയോയിൽ കണ്ടത്. ബാറിൽ അതായത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാനിടയായത്. രേണു സുധി പങ്കുവച്ച വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് തൻ്റെ വാല്യൂ എന്താണ്, അതെന്തിനിങ്ങനെ കളഞ്ഞു കുളിക്കണം. താനിപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുക എന്നൊക്കെ പറയുന്നത് ഏതൊരു വ്യക്തിയുടെ സ്വപ്നം തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ വീഡിയോ ചെയ്യുന്നതും എനിക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ള രീതിയിലുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നതും. അപ്പം ആ ഒരു റീച്ചിൽ നിൽക്കുന്ന വ്യക്തി എന്തിനിങ്ങനെ താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യണം? ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അതായത് ഈ ഒരു രേണു സുധി ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തിരഞ്ഞെടുത്ത് നല്ല സെലക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല നല്ല വേദികൾ ഇവർ തിരഞ്ഞു വരും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഓരോരോ മുന്നോട്ടുള്ള പ്രവർത്തികൾ, തിരഞ്ഞെടുക്കുന്ന ഓരോരോ വഴികൾ തെറ്റായ വഴികളാണ്. അവരുടെ വാല്യൂ അവർ തന്നെ കൊണ്ട് നശിപ്പിച്ച് കളയാണ്. ഇങ്ങനെ ചെയ്യാതിരുന്നാണ് ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണു സുധീനെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും, നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ പറ്റും. ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആഗ്രഹിക്കുന്ന റീച്ചിലും പൊസിഷനിലും രേണു സുധിയും എത്തി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെതായ വാല്യൂ കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ രേണു സുധി ഇപ്പം ആര് പറഞ്ഞാലും കേൾക്കില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള തനി വഴിയാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ നാശത്തിലേക്കുള്ള പോക്കാണ്. അവരുടെ വാല്യൂ അവർ തന്നെ ഇടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രേണു സുധി വിചാരിക്കുന്നത് ഇവരെക്കുറിച്ച് ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണെന്നാണ്. അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ റിയാക്ഷൻ ചെയ്യാനുള്ള, അതിനെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുന്നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അതിൽ വിമർശനങ്ങൾ വരുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ റിയാക്ഷൻസും വിമർശനങ്ങളും നിങ്ങൾക്ക് നേരെ വരുന്നത്. ഇത്രയും റീച്ചിൽ നിൽക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള രേണു സുധി നല്ല രീതിയിൽ ഓരോ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രേണു സുധിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. പക്ഷേ ഇതുപോലെ വളരെ തരം താഴ്ന്ന, അതായത് തീരെയും മൂല്യമില്ലാത്ത ഓരോരോ ഫംഗ്ഷൻസ് ആണ് ഇവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതോടുകൂടിയിട്ട് ഇവരുടെ കരിയറും നശിച്ചു പോകാനാണ് ചാൻസ് ഉള്ളത്.
ചെറിയ ചെറിയ ഈ കാര്യങ്ങളിൽ അവരെ സംതൃപ്തി കണ്ടെത്തുമ്പോൾ അവരുടെ മുമ്പിലുള്ള വലിയ വലിയ അവസരങ്ങൾ അവർ തന്നെ അതിൻ്റെ വാതിലുകൾ അടച്ചു കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാതിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ റിയാക്ഷൻസിലൂടെ വിമർശിച്ചത്. അല്ലാതെ രേണുസുതിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരത്തെ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷന് പോയ കാര്യത്തെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലല്ല ഈ ഒരു വിമർശനം ഉണ്ടായത്. നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി കുറച്ച് തെറ്റായി പോയ വഴിയാണ് എന്നുള്ള രീതിയിൽ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അപ്പം ഇനിയെങ്കിലും രേണുസുതി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെതായിട്ടുള്ള വാല്യൂ അനുസരിച്ച് ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്ര മാത്രമേ നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക രേണുസുതി. എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ രേണുസുതി ഇതെനിക്ക് പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണ് എന്ന് പറയണത് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളാം. എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു തുടക്കക്കാരിയാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.